ഈ പ്രവാസ ലോകത്തിൽ ഒരുപാട് പരിമിതികൾക്ക് മധ്യേ മനസ്സിലുള്ള ഒരാവേശം, അത് കലയോടും പ്രത്യേകിച്ച് നാടകത്തോടുമുള്ള ഒരു ഭ്രാന്തൻ ആവേശമാണ് ജോബിയുടെ കൂടെയുള്ളവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ഞാനത് ഇവിടെ വന്നപ്പോൾ തൊട്ട് സംസാരത്തിലും പിന്നെ ഇവിടെയുള്ള ഈ പരിമിതമായുള്ള സൗകര്യങ്ങൾക്ക് മധ്യത്തിൽ അതെങ്ങനെ ഇത് പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളും കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നാടകങ്ങൾ അഭിനയിക്കുന്നതുമൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ, അതിനേക്കാളേറെ നിങ്ങൾ ചെയ്യുന്ന ആ കലയോടുള്ള നിങ്ങളുടെ ഒരു അടുപ്പമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളത്, ജീവനുള്ളതിൻ്റെ ലക്ഷണം അത് സ്വീകരിക്കുക, വളരുക, കൊടുക്കുക. അതാണ് ജീവനുള്ളതിൻ്റെ ലക്ഷണം. നിങ്ങൾ ഏത് സസ്യമാണെങ്കിലും മൃഗമാണെങ്കിലും ഈ ലോകത്തിലുള്ള ഏത് ജീവനുള്ളതിന് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ അതിൻ്റെയൊക്കെ പ്രത്യേകത അത് സ്വീകരിക്കും, വളരും, കൊടുക്കും. ഇതിനേക അപവാദം ലോകത്തിലുള്ളത് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ സ്വീകരിക്കും, വളരും, പലപ്പോഴും കൊടുക്കില്ല. അതല്ലെങ്കിൽ ജീവനുള്ളവർക്ക് മാത്രമേ ഈ മൂന്നാമത്തെ കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂടി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ആവേശം പ്രകടിപ്പിക്കുന്നതിന് ലക്ഷണം തിയേറ്ററോ ഇന്ത്യയിലേക്ക് ജീവനുണ്ട് എന്നുള്ളതിന് ലക്ഷണമാണ്. മരിച്ചിട്ടില്ല, അത് മരിക്കാൻ പാടില്ല. ആ ജീവനോടെ തന്നെ മുൻപോട്ട് പോകണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയാണ്. എനിക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാവുന്നതിനും നിങ്ങളുടെ കൂടെ നിൽക്കാവുന്നതിനൊക്കെ പരിമിതികളുണ്ടെന്നറിയാം. പക്ഷെ എങ്കിലും നിങ്ങളുടെ ഈ ഒരു കലയോടുള്ള പാഷന്റെ പുറകിൽ എൻ്റെ ഒരു പിന്നെ പ്രചോദനമോ എന്തൊരു സാന്നിധ്യമോ ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടതില്ല. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ നാടകങ്ങളൊക്കെ അത് കണ്ടവർക്കും പങ്കെടുത്തവർക്കും ഒക്കെ അതൊരു ആവേശമായിരുന്നു. ഇനി ചില കാര്യങ്ങൾ ചിലർക്കൊന്നും ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യമില്ല. അവരവരുടെ സ്വകാര്യ ജീവിതത്തിലൂടെ അവർ കണ്ട ചെറിയ ലോകം വലുതാണെന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അവരൊന്ന് ഓർത്ത് നിങ്ങൾ ഒരിക്കലും എന്തേ അവർ വരാത്തത്, എന്തേ ഞങ്ങളെ പിന്തുണയ്ക്കാത്തത് എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. ജീവനോടെ ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. തിയേറ്ററോ ഇന്ത്യാന പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് കൊറോണ കാലഘട്ടത്തിൽ ആരംഭിച്ച് 3 വർഷങ്ങൾ പിന്നിട്ട് 4ാം വർഷത്തിലേക്ക് എടുക്കുമ്പോഴേ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് തിയേറ്ററോ ഇന്ത്യാനെ സംബന്ധിച്ചുള്ളത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ശക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ വിജയം നമ്മളോടൊപ്പമായിരിക്കും. വെൽ ബെഗൺ ഹാഫ് ഡൺ എന്നൊരു പഴമൊഴിയുണ്ട്. അതായത് ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്താൽ അത് പകുതി വിജയമാകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ഗ്രൂപ്പാണെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ന് കുറഞ്ഞ കാലം കൊണ്ട് റോമിൻ്റെ ചരിത്രത്തിലെ, റോമിൻ്റെ മണ്ണിലെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു ചെറിയ സംഘടനയാണെങ്കിലും അതൊരു വലിയ സംഘടനയായി വളർന്നു എന്ന് വേണം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുകയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ 2022 ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകവുമായി ബന്ധപ്പെട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നത്. കുറച്ച് പേരെ ആണെങ്കിൽ പോലും വളരെ സജീവമായിട്ട് ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുവാനും അതിൽ പങ്കുകാരനാവാനും
അഭിനയിക്കാൻ നമുക്ക് സാധിച്ചു. കലയെ സ്നേഹിക്കുകയും കലയെ ആരാധിക്കുകയും ചെയ്യുന്ന, കലയുന്ന ദൈവത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, പൂജിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും തിയേറ്റർ ഇന്ത്യാന റോമയുടെ പേരിലെ ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജോസഫ് എന്ന കവിതയാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. എന്നെ അറിയുമോ നിങ്ങൾ, എൻ്റെ പേരിന്നറിയുമോ നിങ്ങൾ, എന്നെ അറിയുമോ നിങ്ങൾ, എൻ്റെ പേരിന്നറിയുമോ നിങ്ങൾ, കാൽവരിക്കുന്നിൻ്റെ ഓരത്തിരിക്കുമെൻ നെഞ്ചിന്റെ നൊമ്പരം കേൾക്കുമോ നിങ്ങൾ, കാൽവരിക്കുന്നിൻ്റെ ഓരത്തിരിക്കുമെൻ നെഞ്ചിന്റെ നൊമ്പരം കേൾക്കുമോ നിങ്ങൾ, എൻ്റെ ഹൃദയവിലാപം തലമറിയുമോ നിങ്ങൾ, കുരിശോടു കൂടെ നീ വീഴവേ ഞാനുമ പൂഴിയിൽ വീഴന്റെ നാഥ, മുട്ടുകൾ പൊട്ടി ഒലിക്കവേ എൻ മനം ചോര വിയർത്തിന്റെ ദേവാ, നിന്റെ അരികിലെത്താനെന്റെ നെഞ്ചു പിടഞ്ഞെന്ന കാര്യവും നീ ഇന്നറിയൂ, നിന്റെ അരികിലെത്താനെന്റെ നെഞ്ചു പിടഞ്ഞെന്ന കാര്യവും നീ ഇന്നറിയൂ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളും. ഇന്ത്യാനോ കൾച്ചറൽ സൊസൈറ്റി കലാപരമായി റോമിലെ മലയാളികൾക്ക് എന്നും പ്രയോജനപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലോക നാടക ദിനം മാർച്ച് 27-ാം തീയതി ആയിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇത്തരം പരിപാടി, ഈ സെമിനാറും ഈ കലാപരിപാടിയും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. നമ്മളെല്ലാവരും ഇനിയും കലാപരിപാടികൾ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരുടെ ആശംസകൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഹലോ 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 ഹലോ, ആരാണ്? ഉണ്ണിയല്ലേ? ആ അതെ, ഉണ്ണിയാണല്ലോ. ആ, താങ്കളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആര്? താങ്കളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അച്ഛനാ? അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾ ആരാണ് വിളിക്കുക? ദൈവത്തോട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മടുത്തു. വെച്ചിട്ട് പോയേ. ഒരു അച്ഛൻ. ഞാൻ എന്റെ പഴയ ദേവകി. ഈ മരുന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. ആരുമില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക. ദേവകിക്ക് ദേശം കൂടുതലാ. നിങ്ങളുടെ ദേവകി മരിച്ചു. എന്റെ ദേവകി മരിച്ചോ? ദേവകി, നീ ഇപ്പോഴും പറയല്ലേ എവിടെ പോയാലും നമുക്കൊന്നിച്ചു പോകാം. നമ്മൾക്ക് നമ്മുടെ മകന് നമ്മളെ വേണ്ട. നീ എന്നെ ഉപേക്ഷിച്ച് പോവാണ് ദേവകി. എന്റെ ദേവകി, ഞങ്ങളുടെ നാടകത്തിനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഡെൽറ്റസ് മാസ്റ്റർ, ഞങ്ങളുടെ ഒരു മാർഗദർശിയും, ഞങ്ങൾ ഒരാവശ്യം ചെന്ന് പറഞ്ഞപ്പോൾ സഭയോ സമുദായം നോക്കാതെ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ബാബുച്ചൻ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ വിളക്ക്, മുന്നോട്ടുള്ള വഴികളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റോമിലെ ഒരു വലിയ നാടകം 1 വർഷത്തെ പ്രയത്നം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത് ഞങ്ങൾക്കെന്നും റോമിൽ അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമായിട്ട് നിലനിർത്തി പറയട്ടെ. ആ കൂടെ ഞങ്ങളോട് തോളുകൾ ചേർന്ന് നിന്ന ഞങ്ങളുടെ തട്ടില് ഞങ്ങളെ കണ്ണീരത്തി ഇവിടുന്ന് കടന്നുപോയി. ഈ സന്തോഷങ്ങളുടെ ഇടയിലെല്ലാം
ഞങ്ങൾക്ക് ഒരു സങ്കടം അത് മാത്രമേ ഉള്ളൂ. അത് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയാതെ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് പറയുന്നു. അപ്പോൾ നമുക്ക് പരിപാടികൾ തുടങ്ങാനായിട്ടിരിക്കുകയാണ്. എല്ലാവരെയും ഒരു അരമണിക്കൂർ നേരത്തേക്ക് തിയേറ്റർ ഇന്ത്യയുടെ ഈ കലാവിരുന്നിലേക്ക് സ്വാഗതം ചെയ്തു ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. വന്നത് കവിഴത്തുണ്ട് പാടി നിർത്തിയതെന്താണ് പാടി നിർത്തിയതെന്താണ് മരം ചോട്ടിൽ തുളസിലെത്തിലെന്നുമ്പോൾ പടകിലെത്തി വഴിയിലെന്നെ വിളിച്ചു നിർത്തിയതെന്താണ് വിളിച്ചു നിർത്തിയതെന്താണ് പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ഞു വന്ന പെണ്ണേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ഞു വന്ന പെണ്ണേ കുഞ്ഞു വന്ന പെണ്ണേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ഞു വന്ന പെണ്ണേ
ഭൂമിയിലെ തിരിപോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞു പഠിച്ചു കാട്ടുന്നു, വേഷം പഠിച്ചു കാട്ടുന്നു. ഈ ഭൂമിയിലെ പേരാണ് നാടകം, ഈ ഭൂമിയിലെ പേരാണ് നാടകം. വാക്കുകളെല്ലാം നോക്കുകളായി, നോക്കുകളെല്ലാം മറുപടയായി, ഡൽഹിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും. ഇതിന്റെ പേരാണ് നാടകം, ഈ ഭൂമിയുടെ പേരാണ് നാടകം. ഉള്ളിനുള്ളിലെ ഒരു ചെറിയ ഭൂമിക്ക്, ഒരു ചെറിയ ഭൂമിക്ക്, ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിയുടെ പേരാണ് നാടകം, ഈ ഭൂമിയുടെ പേരാണ് നാടകം. പ്രത്യേകിച്ച് ഓരോ വ്യക്തികളെയും എടുത്ത് നന്ദി പറയുന്നില്ല. എല്ലാവർക്കും ഇവിടെ വന്ന ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഒരുപാട് തിരക്കുകൾക്കുള്ളിൽ കടന്നു വന്ന നമ്മുടെ വികാരിയച്ഛൻ ബാബു അച്ഛനെത്തിയിരിക്കുന്നു. അച്ഛന് തീർത്രോന്റെ ആനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ ഈ റോമിലെ തന്നെ ഒരു മ്യൂസീഷ്യനായ നമ്മുടെ ഡെൻസസ് മാഷ് ഇന്ന് ഇവിടെ കടന്നു വിളിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ കടന്നു വരികയും ചെയ്ത അദ്ദേഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും, നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ പേരിലും തിയേറ്റർ ഇന്ത്യാന റോമയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.